മധുര പോവാനോ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പുതിയൊരു വ്ളോഗ്, പുതിയൊരു മധുരൈ വ്ളോഗ്. കുറേ നാളായിട്ട് അപ്ലോഡ് ചെയ്യാം എന്ന് പറഞ്ഞ് പറ്റിച്ച് നടന്ന ഒരു വീഡിയോ ആണ് ഇത്. എനിക്കറിയാം കുറച്ചധികം ലാഗ് വന്നിട്ടുണ്ട്, പക്ഷെ എല്ലാവരും എന്നോട് ക്ഷമിക്കുക. തികച്ചും അപ്രതീക്ഷിതമായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സഡൻ പ്ലാൻ ഇട്ടതാണ് കേട്ടോ. അമ്മ കുറേ നാളായി പറയുന്നു മധുരൈ പോവാം, മധുരൈ മീനാക്ഷി അമ്മനെ തൊഴണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു 2 ദിവസത്തിൽ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ പോയ ഒരു ട്രിപ്പാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അങ്ങനെ പ്ലാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അമ്പിളി മാമൻ, അമ്പിളി അമ്മാമ, താമരക്കുമ്പിളിലെന്തുണ്ട്, ഇന്ന സ്പോട്ട് കവർ ചെയ്യണം, ഇത്ര സ്പോട്ട് കവർ ചെയ്യണം, അങ്ങനെ യാതൊരുവിധ പ്ലാനും ഇല്ലാതെ എല്ലാ രീതിയിലും അൺപ്ലാൻഡ് ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു കേട്ടോ. ഇതെല്ലാം പ്ലാൻ ചെയ്ത് പക്കയായിട്ട് പോകുന്ന ട്രിപ്പിനേക്കാൾ ഒട്ടും തന്നെ പ്ലാൻ ചെയ്യാതെ പോകുന്ന ട്രിപ്സാണ് അടിപൊളിയാകുന്ന അറിയില്ലേ. അങ്ങനെ ഒരു ട്രിപ്പായിരുന്നു കേട്ടോ ഈ ഒരു ട്രിപ്പ്. അമ്മയ്ക്ക് വേണ്ട, 5-6 മണിക്കൂറിൻ്റെ ജേണി ഉള്ളൂ കേട്ടോ. നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് കൊടകരയിൽ നിന്നായിരുന്നു നമ്മുടെ ബസ്, അവിടെ നിന്ന് മധുരയിലോട്ട്. പക്ഷേ വണ്ടിയിൽ അവൾ ഉറങ്ങിയിട്ടൊന്നുമില്ല, ഫുൾ ടൈം കളി തന്നെയായിരുന്നു. പിന്നെ ഞങ്ങളൊരു 5-5:30 സമയത്ത് ആണ് കൊടകരയല്ല മധുര എത്തിയത്. ഓട്ടോ കിട്ടിയായിരുന്നു, പക്ഷേ റൂംസ് ഒന്നും അവൈലബിൾ അല്ലായിരുന്നു. ഇത് മാംഗോ ആണോ? ഇത് ആപ്പിൾ അല്ലേ? ഹായ് ചെല്ലോ നാമ എങ്ക വന്നിരിച്ച് പുരിയതാ ഉണക്ക് വല്ലതും പുരിയണ്ടാ. മധുരൈ മീനാക്ഷി അമ്മൻ അവിടെ ഇല്ല എന്നുള്ള സത്യം ഞങ്ങൾ അവിടെ പോയപ്പോഴാണ് അറിഞ്ഞത്. മധുരൈ മീനാക്ഷി അമ്മനും സുന്ദരേശ്വർ എന്ന് പറഞ്ഞ ഭഗവാനായിട്ടുള്ള കല്യാണമാണെന്ന്. ആ ദിവസം അവിടെ ദർശനമില്ലായിരുന്നു, കാരണം ദേവി അമ്പലത്തിലില്ല. കാലത്ത് നേരത്തെ ഇട്ടിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് അയ്യർ ടിഫിൻ സെന്ററിൻ്റെ അവിടുന്ന് ഇഡ്ഡലി സാമ്പാർ കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഗ്യാസിന്റെ ഷോർട്ടേജ് കാരണം അത് അടച്ചിട്ടേക്കുമായിരുന്നു. അല്ലെങ്കിൽ ഒന്നും പ്ലാൻ ചെയ്യാതെ വന്ന് ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കും. പക്ഷെ എന്നാലും നമ്മൾ കുറച്ച് യൂട്യൂബ് വ്ളോഗ്സും ഇൻസ്റ്റയൊക്കെ നോക്കി വന്നതുകൊണ്ട് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ബട്ടർ ഇഡ്ഡലി ഞാനെന്താ അറിയുക വാങ്ങണേ അമ്മ, ഒരു പൊടി ഇഡ്ഡലിയും. പക്ഷെ മെയിൻ ആയിട്ട് നമ്മൾ റെഫർ ചെയ്തത് ഇൻസ്റ്റഗ്രാമിലാണ്. അതിൽ ഏറ്റവും കൂടുതൽ റിവ്യൂ ഉള്ള സ്ഥലത്തേക്ക് പോവുക, ഫുഡ് അടിക്കുക, സ്ഥലങ്ങൾ കാണുക, അങ്ങനെ ഒരു ഉദ്ദേശമുള്ളൂ. അല്ലാതെ ഇത്ര സ്ഥലം കവർ ചെയ്യണം, ഇന്ന ഫുഡ് കഴിച്ചേ തീരൂ, അങ്ങനെ ഒരു പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സെക്കൻഡ് ഓപ്ഷനായിട്ട് മുരുകൻ ഇഡ്ഡലിയാണ് ഞങ്ങൾക്ക് തോന്നിയത്. കുറച്ച് എക്സ്പെൻസീവ് ആണ്, എന്നാലും എന്താ പറയുക, അടിപൊളിയാണ്, ഭയങ്കര ഫേമസ് ആണ്. ഒരുപാട് നെയ്യൊക്കെ ഒഴിച്ച് ഗീ പൊടി ഇഡ്ഡലി, ദോശ, അങ്ങനെ കുറേ കഴിച്ചായിരുന്നു. ഇഷ്ടപ്പെട്ടിട്ട് രണ്ടാമതും ഓർഡർ ചെയ്ത് കഴിച്ചായിരുന്നു കേട്ടോ. വിളമ്പാൻ യൂസ് ചെയ്യുന്ന തമിഴ്നാട്ടിലെ ഇലയ്ക്ക് കൊടുക്കണം കാശെന്ന് തോന്നി. അതായത് തളിരില, അതായത് ഇളം പച്ച നല്ല ഭംഗിയുള്ള കളർഫുൾ ഫ്രഷ് ഇല മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ കഴിച്ച എല്ലാ ഫുഡിലും കിട്ടുന്ന ഇല അങ്ങനത്തെ ഒരു കളറുള്ള ഇലയാണ്, അല്ലാതെ വാട്ടകാടി ഇലയൊന്നല്ല. വീട്ടിൽ കൊണ്ടുപോയി കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടുന്ന് ഇഡ്ഡലിപ്പൊടിയും അങ്ങനത്തെ കുറച്ച് പൊടി ഐറ്റംസൊക്കെ ഷോപ്പിംഗ് ചെയ്തായിരുന്നു. ആദ്യമായിട്ട് ഇഡ്ഡലിയും ചട്നിയും വടയൊക്കെ എങ്ങനെ ഇഷ്ടപ്പെടുന്നതിന്. എന്തൊരു ടേസ്റ്റ് അല്ലേ! അതായത് ആ ചട്നിക്കൊക്കെ എന്തൊരു ടേസ്റ്റ് ആയിരുന്നു എന്നറിയോ. ഓവറായിട്ട് എരിവൊന്നുമില്ല, പക്ഷെ ഭയങ്കര രസമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാട്ടോ അങ്ങനെ പൊടി ഇഡ്ഡലി കഴിക്കുന്നത്. ഞാൻ വിചാരിച്ചിരുന്നില്ല എനിക്ക് ഇഷ്ടപ്പെടുന്നു, കാരണം എനിക്ക് രാവിലെ തന്നെ അങ്ങനെ ഒരുപാട് മസാല കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. വെറുതെ അല്ല ഇവിടുത്തെ ഗീ പൊടി ഇഡ്ഡലി ഇത്ര ഫേമസ് ആയി എന്നുള്ളത്, അത് കഴിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അത്ര ക്വാളിറ്റിയുള്ള നെയ്യും എല്ലാം വേറെ ലെവലായിരുന്നു. വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ചില ആൾക്കാരൊക്കെ യാതൊരുവിധ ദാക്ഷിണ്യം ഇല്ലാതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന കാഴ്ച ഞാൻ കണ്ണ് തുറന്ന് കണ്ടു. എനിക്ക് തമിഴ് സിനിമയും പാട്ടൊക്കെ കാണുന്നതുകൊണ്ടും കേൾക്കുന്നതുകൊണ്ടും കേട്ട് കഴിഞ്ഞാൽ എല്ലാം മനസ്സിലാവും, പക്ഷെ പറയാറിയില്ല കേട്ടോ. പക്ഷെ എൻ്റെ അമ്മയുടെ ചെറുപ്പകാലം തമിഴ്നാട്ടിലായതുകൊണ്ട് അമ്മയുടെ തമിഴ് ഫ്ലുവൻ്റാണ്. അമ്മയ്ക്ക് എഴുതാനും അറിയാം, വായിക്കാനും അറിയാം. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തൊട്ടടുത്തുള്ള കുഞ്ഞു തമിഴ്നാട് സ്റ്റൈലുള്ള അമ്പലങ്ങൾ ചുമ്മാ കിടന്ന് റൗണ്ട് അടിക്കാമെന്ന് വിചാരിച്ചു. അതായത് അതൊന്നും പ്ലാൻ ചെയ്ത അമ്പലങ്ങളല്ല, ഓട്ടോയിൽ കയറിയിട്ട് അടുത്തുള്ള ഭംഗിയുള്ള അമ്പലങ്ങളൊക്കെ കൊണ്ടുപോയി നിർത്താൻ പറഞ്ഞു. അങ്ങനെ നല്ല നല്ല രസമുള്ള പുരാതനമായിട്ടുള്ള തമിഴ്നാട് സ്റ്റൈലിലുള്ള ആ ഒരു കരിങ്കല്ലിൽ കൊത്തിയ അമ്പലങ്ങളൊക്കെ കണ്ടായിരുന്നു കേട്ടോ. ചൂടെന്ന് പറഞ്ഞ ഫാക്ടർ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു.
വിയുവിന് ചൂടെന്ന് പറഞ്ഞ സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവള് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതായത് പുതിയ പുതിയ സ്ഥലമല്ലേ. പക്ഷെ എനിക്ക് നല്ല പേടിയായിരുന്നു, കാരണം മൊത്തം കരിങ്കല്ലാണ്. അമ്മ അതിന് ഒരു വെല്ലും ബ്രേക്കില്ലാത്ത ഓട്ടമായിരുന്നു. അമ്മ പോവാട്ടാ വ്യൂ. ബൈ ബൈ ബൈ. ഈ അമ്പലത്തിന്റെ പ്രത്യേകതയൊക്കെ എന്താ വെച്ചാല് സ്വയംഭൂവാണ് കേട്ടോ. കാലിന്റെ അടിയിലാണെങ്കിൽ കരിങ്കല്ല്, തലയുടെ മുകളിലാണെങ്കിൽ കത്തി നിൽക്കുന്ന സൂര്യൻ. കാലൊക്കെ അങ്ങോട്ട് ചുട്ടട്ടെ ഒരുമാതിരി കണ്ണിന്നും മൂക്കിന്നും ചെവിന്നൊക്കെ ഒരു പുക വരുന്നൊരവസ്ഥയായിരുന്നു. അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഞാനൊരു ബോർഡ് കണ്ടു, ജിഗർദണ്ഡ. അറിയാം, മധുരയിൽ ജിഗർദണ്ഡ ഭയങ്കര ഫേമസ് ആണ്. പിന്നെ ഒന്നും നോക്കിയില്ല. അതായത് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പുണ്ട്, അത് ഏതാന്ന് തപ്പി പിടിക്കാനൊന്നും പോയില്ല. കിട്ടിയ ജിഗർദണ്ഡ വാങ്ങിച്ചു കുടിക്കാന്ന് വെച്ചിട്ട് അവിടുന്ന് ഒരു ചെറിയൊരു ജിഗർദണ്ഡ ഓർഡർ ചെയ്തായിരുന്നു. അത് ഇഷ്ടപ്പെട്ടിട്ട് രണ്ടാമതും ഓർഡർ ചെയ്തു. അത് കുടിച്ചപ്പോൾ മനസ്സിലായി, വെറുതെ അല്ല മധുരയിലെ ജിഗർദണ്ഡ ഫേമസ് ആയത്. കാരണം അമ്മ അതിന് ചൂടില് നല്ല തണുപ്പിച്ചൊരു പാലട പ്രഥമൻ തന്നതിന് എങ്ങനെ ഉണ്ടാവും, അങ്ങനത്തെ ഒരു ഫീലായിരുന്നു കേട്ടോ. വാങ്ങിച്ചു കുടിച്ച തണുത്ത വെള്ളത്തിന് ഒരു കണക്കില്ല. ബിസ്ലറി ഒന്നും കിട്ടാനൊന്നും ഉണ്ടായിരുന്നില്ല, കിട്ടിയ വെള്ളം എടുത്ത് കുടിച്ചു. അവിടുന്ന് ഞങ്ങള് ഈ 2 രൂപ 5 രൂപയുടെ ഒക്കെ വിലയുള്ള അരിനെല്ലിക്ക, തേനെല്ലിക്ക, അങ്ങനത്തെ ഒരു വെറൈറ്റി സാധനങ്ങൾ വാങ്ങിച്ച് ഹാൻഡ് ബാഗിലിട്ടു. തിരുപ്പുറം കുണ്ട്രം എന്ന് പറഞ്ഞൊരു അമ്പലത്തിലേക്കാണ് ഞാൻ പോകുന്നത്. ഞാൻ പ്രൊണൗൺസ് ചെയ്യുന്നത് കറക്റ്റാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഓട്ടോക്കാരൊക്കെ ഭയങ്കര റൂഡായിരുന്നു. ഒരു ബന്ധമില്ലാത്ത റേറ്റൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ കാണാം ഉനക്ക് വെയിറ്റ് ഏറിക്കിട്ടേ പോകുന്നത്, ഉന്നെ തൂക്കി നടക്കാൻ അമ്മക്ക് പട്ടണില്ല. ഒരു മല മൊത്തം കയറി ഉണ്ടാക്കണല്ലോ ദൈവമേ. അമ്മ എപ്പടി ഇருக்கு തമിഴ്നാട്? അമ്മയോടെ പഴയ ഓർമ്മകളെല്ലാം അമ്മയ്ക്ക് വന്നിടിച്ചാ? ഉങ്ങളോட തമിഴ്നാട് ഇത്ര ചൂട് എതുക്കാക? ഉങ്ങളോட കേരളാവിലും ഇതൊക്കെ ജാസ്തി ചൂട്, കേരളത്തെക്കാളും ജാസ്തി ചൂട് ഇങ്ങതാ. റോസ് മിൽക്ക് വേണം, ജിഗർദണ്ഡ കുടിച്ചിട്ട് വയറ് നിറഞ്ഞിടിച്ച്. അമ്മ ഞങ്ങൾക്ക് തണുക്കണു. ഈ ഒരു അമ്പലം മെയിനായിട്ട് മുരുകൻ്റെ അമ്പലമാണ്. അതായത് മുരുകൻ്റെ പ്രസിദ്ധമായിട്ടുള്ള 6 അമ്പലങ്ങളുണ്ടല്ലോ, പഴനിയൊക്കെ പോലത്തെ. അതിൽ ഒരു അമ്പലമാണ് ഈ ഒരു അമ്പലം. മധുരയിൽ നിന്നൊരു 8 കിലോമീറ്ററൊക്കെ ഉള്ളിലൊക്കെ ആയിട്ടാണ് ഈ ഒരു അമ്പലം വരുന്നത് കേട്ടോ. പിന്നെ ഈ അമ്പലത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ഒരൊറ്റ പാറ കൊണ്ട് ഉണ്ടാക്കിയതാണ് അത്രേ ഈ ഒരു അമ്പലം. അതായത് മധുരയിലെ മീനാക്ഷി അമ്മൻ്റെയും സുന്ദരേശ്വരുടെയും കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനാണ് തിരുക്കല്യാണം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഇവിടുത്തെ മുരുകനും ദേവയാനിയും തമ്മിലുള്ള കല്യാണം. അപ്പോൾ ആ ഒരു മുരുകൻ്റെ കല്യാണം കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നേക്കുന്നത്. ഈ ഒരു അമ്പലത്തിന് പിന്നിലുള്ള ഈ ഒരു വലിയൊരു മലയില്ലേ, ആ മലയ്ക്ക് ശിവന്റെ രൂപം ഉണ്ടെന്നൊരു പറച്ചിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മല പ്രദക്ഷിണം ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. പണ്ട് ഗുരുവായൂരിലെ എൻ്റെ ഭരതനാട്യം അരങ്ങേറ്റത്തിന് വേണ്ടിയിട്ട് ഞാൻ കളിച്ച പാട്ടായിരുന്നു കേട്ടോ അത്. അത് ഞാനിങ്ങനെ പറയായിരുന്നു അമ്മയോട്. തമിഴ്നാട്ടിലെ സദ്യക്കൊക്കെ സാമ്പാറല്ല കേട്ടോ, പരിപ്പാണ് ഒഴിക്കല്. പിന്നെ ഞങ്ങൾ പൂണ്ട് കുഴമ്പ്, വത്തക്കുഴമ്പ്, അങ്ങനെ എന്തൊക്കെയോ കഴിച്ചായിരുന്നേ. അതന്നെ. ചെറിയൊരു മഴച്ചാറലുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം ഞങ്ങൾ ഇറങ്ങിയപ്പോൾ സാരിയൊക്കെ കൊടുത്ത് സെറ്റായിട്ടാണ് ഇറങ്ങിയത്. തമിഴ്നാട്ടിൽ കേരളത്തിനേക്കാളും ചൂടുണ്ടെങ്കിൽ പോലും സന്ധ്യ ആയിക്കഴിഞ്ഞാൽ, അതായത് സൺസെറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നല്ല തണുത്ത കാലാവസ്ഥയാണ് കേട്ടോ. മധുര മീനാക്ഷി അമ്പലത്തിന് തൊട്ടടുത്തായിരുന്നു കേട്ടോ നമ്മുടെ സ്റ്റേ. അതായത് നടന്നു പോകാനുള്ള ഡിസ്റ്റൻസേ ഉണ്ടായിരുന്നുള്ളൂ.
അതുകൊണ്ട് വൈകുന്നേരം പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ചുമ്മാ അമ്പലത്തിൻ്റെ പരിസരത്തൊന്ന് നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ ഇറങ്ങിയപ്പോൾ അമ്മ പറഞ്ഞു അമ്മയ്ക്ക് തമിഴ്നാട്ടിലെ ടീ കടയ്ക്ക് പോകണമെന്ന്. എന്താ വേണ്ടത്? ഞങ്ങളെ ചായ കുടിക്കാൻ പോവാ. ബനാന വേണോ? പശു പശു ബാക്കിൽ പശു പശു ಜಾಸ್ತಿ ಸ್ವೀಟ್ ಕಡೆಯಲ್ಲ, ಸ್ವೀಟ್ ಕಮ್ಮಿ. ಇಷ್ಟ ಯಾವಾಗ സോൾട്ട് ബിസ്ക്കറ്റ്. നമ്മൾ ആ കടയിൽ നിന്ന് ചായ മാത്രമല്ല ബട്ടർ ബിസ്ക്കറ്റ്, അതുപോലെ വേറെ എന്തൊക്കെയോ ബിസ്ക്കറ്റ്, തേങ്ങ ബിസ്ക്കറ്റ് അങ്ങനെയൊക്കെ കഴിച്ചായിരുന്നേ. ചായ വേണോ മാവയ്ക്ക്? വേണ്ട, നീ സൂപ്പറാ இருக்கு சாரிலாம், நல்லா பின்னு வச்சு குத்தலாம். സാരി കൊടുത്തെങ്കിൽ എന്തോ ഒരു കുറവുണ്ടെന്ന് വിചാരിച്ചപ്പോഴാണ് ഈ അമ്മൂമ്മ ഞങ്ങളെ കൈനീട്ടി മാ മല്ലിപ്പൂ തര എന്ന് പറഞ്ഞിട്ട് വിളിച്ചത്. അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല, കുറച്ച് മല്ലിപ്പൂ അങ്ങോട്ട് തൂടി കളയാന്ന് വിചാരിച്ചു. ദർശനം ഇല്ലാത്ത ദിവസമായിട്ട് പോലും ഇത്ര തിരക്ക്. അപ്പൊ നാളെ ഏകദേശം എത്ര മണിക്കൂർ തിരക്ക് ഉണ്ടാവും, ക്യൂല് നിൽക്കണം എന്നുള്ളതിനെ കുറിച്ച് ഏകദേശം ധാരണയായിട്ടുണ്ടായിരുന്നു കേട്ടോ. മലയാളം ബാഗും ചെരുപ്പൊക്കെ കൗണ്ടറിൽ കൊടുക്കാൻ നേരത്താണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. എന്താന്നല്ലേ, എന്റെ 2 കാലിലും 2 ടൈപ്പ് ചെരുപ്പായിരുന്നു. അത് വെറൈറ്റി. എന്നാലും ഞാൻ എന്താ ഇത് ഇത്രയും ശ്രദ്ധിക്കാണ്ടെന്താ വന്നേ? ഞാൻ കാലത്ത് ബസ്സൊന്നും കയറിയപ്പോഴല്ലോ. അതെന്തായാലും കോമഡി ആയില്ലേ. എന്തായാലും അവിടുത്തെ തിരക്ക് കണ്ടിട്ട് ഏകദേശം കിളി പോയ മട്ടായി. ഒരാൾക്ക് നല്ല മധുര മീനാക്ഷി അമ്മന്റെ മുന്നിൽ നിന്ന് പാടാൻ പറ്റിയ പാട്ട്. നല്ല വാങ്ങിണ്ടല്ലോ ആൾക്ക് ഇങ്ങനെ പൂ വെച്ചിട്ട്. ഗുരുവായൂരിലൊക്കെ പിള്ളേ നടക്കില്ലേ പണ്ട് കല്യാണങ്ങൾക്കൊക്കെ അതുപോലെ ഉണ്ട്. ഈ രാമച്ചത്തിന്റെ മാലയ്ക്ക് എന്തൊരു സ്മെല്ലായിരുന്നു എന്നറിയോ? 6000 രൂപയാട്ടോ അവര് അതിന് വില പറഞ്ഞത്. എന്ത് വ്യൂ കാണിക്കണേ. പൊട്ടിച്ചു പൊട്ടിച്ചല്ലത് ലോക്കറ്റ് വിട്ടുപോന്നു അല്ലേ. 1000 മണ്ഡപം കണ്ടു കേട്ടോ. അതൊരു ഒന്നൊന്നര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഒരു തൂണും മറ്റൊരു തൂണ് പോലെയല്ല, എല്ലാം പല പല ടൈപ്പിലുള്ള കലാരൂപങ്ങളാണ് അതിൽ കൊത്തിവെച്ചിരിക്കുന്നത്. എല്ലാം ഒറ്റ കല്ലിൽ തീർത്ത തൂണുകളാണ്. കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. മ്യൂസിക്കൽ പില്ലേഴ്സ് ഉണ്ട്, സൺലൈറ്റ് പ്രത്യേക രീതിയിൽ ഉള്ളിൽ തട്ടി കൂടുതൽ ഭംഗിയിൽ കാണുന്ന രീതിയിലുള്ള അങ്ങനെ കൊത്തിവെച്ചേക്കുന്ന കലാരൂപങ്ങളാണ് കേട്ടോ അതിനകത്ത്. നമ്മളിപ്പോ എവിടെയാണ്? വിളക്കത്തൂൾ സെന്റർ. ഇത് മറ്റേ മുംബൈയിലെ ഉല്ലാസകറിന് ഓർമ്മ വരുന്നു കേട്ടാ. അങ്ങനത്തെ സ്ഥലം ഉള്ളിങ്ങനെ ഗലി ഗലി സെറ്റപ്പ്, ഉള്ളിലേക്ക് ഭയങ്കര റേറ്റ് കുറവുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട്. ആ ഓട്ടോ ചേട്ടൻ്റെ പേര് ഗണേശ് എന്നായിരുന്നു. ഞങ്ങൾ ആ ചേട്ടനായിട്ട് നല്ല കമ്പനിയായി. ആളാണ് നമ്മളെ ഈ വിളക്കത്തൂൾ സെൻറ്റർ എന്ന് പറഞ്ഞ സ്ഥലത്തിലേക്ക് വന്നത്. മെയിൻ ഉദ്ദേശം വാവയ്ക്ക് പട്ടുവാട വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം നമുക്ക് ഇൻസ്റ്റയിലൊന്നും റെഫർ ചെയ്യേണ്ട ആവശ്യം വന്നില്ല. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എല്ലാം ആൾ പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ പോയത്. ഒരു തമിഴ്നാട് സ്റ്റൈലിൽ പട്ടുവാട വാങ്ങലായിരുന്നു ഉദ്ദേശം. ഭയങ്കര റീസണബിൾ റേറ്റ് ആണ് കേരളത്തിനെ വെച്ച് നോക്കുമ്പോൾ. അടുത്ത ഉദ്ദേശം കുറച്ച് സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യലായിരുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പുള്ളിക്കാരൻ നമ്മൾ ടൂർ ഗൈഡായി. തലവേദന എടുത്തിട്ട് അമ്മാതിരി വെട്ടിപ്പൊളിയായിരുന്നു. കാരണം ഫുള്ള് വെയിലും കൊണ്ട് ആകെ ടയേർഡായിട്ടുണ്ടായിരുന്നു. ഇനി എൻ്റെ ലിസ്റ്റിൽ മട്ടൻ ബിരിയാണി, കരിദോശ, റോസ് മിൽക്ക്, ജിഗർദണ്ഡ ഓൾറെഡി കഴിഞ്ഞായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് പിന്നെയും കുടിച്ചാൽ കൊള്ളാം. പിന്നെ നമ്മുടെ മെയിൻ സാധനം ചിക്കൻ ചുക്ക, മട്ടൻ ചുക്ക, ബൺ പൊറോട്ട അതൊക്കെ കഴിക്കാൻ ഇങ്ങനെ സെറ്റായിട്ട് ഇരിക്കുമായിരുന്നു. കളിക്കണോ വണ്ടിയില്? ഈ വണ്ടി കണ്ടേ പിന്നെ അവളൊരു സൈക്കോ ആയിട്ട് മാറി. അവൾക്ക് ഈ കാറിൽ കുറേ നേരം ഓടിച്ചതിന് ശേഷം അപ്പുറത്തെ കാറിലിരുന്ന് ഓടിക്കണമെന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി.
അപ്പം ഞാൻ അപ്പുറത്തെ കാറിലിരുത്തി പിന്നെയും അത് ഓടിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നടന്നപ്പോൾ വേറൊരു ലൈറ്റുള്ള കാറ് കണ്ടപ്പോൾ അതിൽ കയറണം എന്ന് പറഞ്ഞിട്ടായി കരച്ചിൽ. അവസാനം തലകറിഞ്ഞ് വീഴാറായി. എന്നിട്ടും കരച്ചിൽ നിർത്താണ്ടായപ്പോൾ ഞാൻ അവളെ പിടിച്ച് വലിച്ച് ഞാൻ കൊണ്ടുപോകായിരുന്നു. ഇവളെ കൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവളെ ഇങ്ങനെ പാർക്കിലും കാറിലൊക്കെ കയറ്റി ഇങ്ങനെ കളിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോൾ അവിടെ നമ്മൾക്ക് വീട്ടിലേക്ക് വരണ്ട, അങ്ങനത്തെ ഒരു വാശിയുള്ള ഒരു കുട്ടിയാണ് കേട്ടോ അവള്. അതെ, പിള്ളേരെ കഴിഞ്ഞാൽ ഇത്ര വാശി പാടില്ല കേട്ടല്ലോ. അതും കഴിഞ്ഞ് 2 എണ്ണത്തിൽ കേട്ടിയാ. കൊച്ചിനെ സെറ്റ് ചെയ്ത് അവളെ ഡൈവേർട്ട് ചെയ്ത് പിന്നെ പോയത് മധുരയിൽ ഫേമസ് ആയിട്ടുള്ള ബൺ പൊറോട്ടയും മട്ടനും അടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതും വാഴലയിലാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഒരു തട്ടുകട സെറ്റപ്പ് ആയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അവിടുന്ന് ഗോലി സോഡയും കിട്ടിയിട്ടാ. ശരിക്കും അത് മറ്റേതാ, ഏത് അതെടുത്ത് വെച്ചമ്മ ഓർമ്മയ്ക്ക്, മധുരൈ ഓർമ്മ. അങ്ങനെ മധുര ട്രിപ്പിന്റെ 2ാമത്തെ ദിവസം. തലേദിവസത്തിന്റെ ടാനും അതുപോലെ തന്നെ 2 മണിക്കൂറിന്റെ ഉറക്കം ഫേസിൽ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ മധുര മീനാക്ഷി അമ്മനെ കാണാൻ സമയമായി. 4-4.5 മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ മീനാക്ഷി അമ്മനെ തൊഴുതത്. എന്റെ അമ്മയ്ക്കുണ്ടല്ലോ, ഏത് അമ്പലത്തിൽ പോയാലും അവിടുത്തെ ഫോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഗ്രഹം വീട്ടിൽ വെക്കലില്ല, ഫോട്ടോ വാങ്ങിച്ചിട്ട് വീട്ടിൽ വെക്കുന്ന ഒരു ശീലമുണ്ട് കേട്ടോ. നമ്മൾ ഈ തത്തമ്മ പച്ച, കരിമ്പച്ച എന്നൊക്കെ പറയുന്ന പോലെ മധുരയില് മീനാക്ഷി അമ്മൻ പച്ച എന്ന് അത്രേ പറയാം. അപ്പൊ അങ്ങനത്തെ പച്ചകളുള്ള ഒരു സാരി നോക്കി ഞാൻ അതിനെ എടുത്തു, ഒരു കോട്ടൺ സാരി. മീനാക്ഷി അമ്മൻ എന്ന് പറഞ്ഞാൽ പാർവതി ദേവിയും സുന്ദരേശ്വരൻ എന്ന് പറഞ്ഞാൽ ശിവനുമാണ് കേട്ടോ. 14 ഗോപുരങ്ങളുള്ള അമ്പലമാണ് കേട്ടോ അത്. അതിൽ തെക്കൻ ഗോപുരമാണ് അത്ര ഏറ്റവും വലുത്. പിന്നെ അമ്പലത്തിന്റെ ഉള്ളില് പൊൻതാമരക്കുളം കണ്ടിരുന്നു കേട്ടോ. അതിന്റെ ഉള്ളില് കെടാവിളക്കൊക്കെ ഉണ്ടായിരുന്നേ. മീനാക്ഷി അതായത് മത്സ്യം പോലെ നേത്രമുള്ളവൾ, അതായത് മീനിന്റെ പോലെ കണ്ണുള്ള ദേവി. അതുപോലെ തന്നെ കണ്ണ് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ മീനാക്ഷി അമ്മന്റെ വലത്തെ കയ്യിലൊരു തത്തമ്മ ഉണ്ട്. ആ തത്തമ്മയുടെ അടുത്ത് നമ്മുടെ കാര്യങ്ങൾ പറയണം. അപ്പൊ ആ തത്തമ്മ ദേവിയുടെ അടുത്ത് നമുക്ക് പറയാനൊക്കെ പറയുന്നതാണ് ഇത്ര ഇവിടുത്തെ ഐതിഹ്യം. അടുത്തത് മധുരയിൽ ഫേമസ് ആയിട്ടുള്ള മട്ടൻ ബിരിയാണി കഴിക്കാനുള്ള ഉദ്ദേശമായിരുന്നേ. നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ആളെടുത്ത് പറയും, അപ്പൊ ആള് നമുക്ക് സജസ്റ്റ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ എത്തിപ്പെട്ടു കുമാർ മെസ്സില്. ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു. ഏകദേശം ഒരു 10-20 മിനിറ്റോളം വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങള്. അമ്മ உங்களுக்கு മട്ടൻ സാപ്പിടണമാ ചിക്കൻ സാപ്പിടണമാ? എനിക്ക് മട്ടൻ നല്ല സാപ്പിടണം. അത് ശരി. ഇങ്ങനെ 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 ചെയ്യണം. എന്നിട്ട് ഇങ്ങനെ ഒരു തെറ്റ് അയ്യേ എന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുക. എന്നിട്ട് അപ്പുറത്തെ ആളുടെ തലയില് അത് ഇടാം. ക്രാബിന്റെ ഉള്ളിൽ മട്ടൻ ചുക്ക. എൻ്റെ മോനെ പറയാതിരിക്കാൻ വയ്യ. ലൈഫിൽ ഒരു വട്ടെങ്കിലും ഈ കുമാർ മെസ്സിൽ വന്നിട്ട് മധുരയിലെ മട്ടൻ ബിരിയാണി കഴിക്കണം. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് 2ാമതും ഞാൻ ഓർഡർ ചെയ്ത് കഴിച്ചു. പിന്നെ മട്ടൻ കരിദോശ വാങ്ങാൻ മറന്നില്ല. പിന്നെ ചുക്ക, ക്രാബിൻ്റെ ഐറ്റം അവിടുത്തെ മധുരയിൽ ഫേമസ് ആണ്, മട്ടൻ ചുക്ക, ചിക്കൻ ചുക്കയൊക്കെ. അപ്പം ക്രാബൊക്കെ വാങ്ങിച്ചു. എല്ലാം ഒന്നിനൊന്നും മെച്ചായിരുന്നു. அதுதான் எங்க யூடியூப்ல பார்த்தோம், வீடு மாதிரி பழைய கால வீடு. ആ
അവസാനം ഈ അണ്ണൻ നമ്മുടെ അണ്ണനായി, നമ്മുടെ ടീമായി. 1954 ആ ടൈമിലൊക്കെ ഉള്ള ഒരു കടയിൽ നിന്ന് ഞങ്ങൾക്ക് ഹൽവ ട്രൈ ചെയ്യാൻ പറഞ്ഞത്, അത് സജസ്റ്റ് ചെയ്ത ഈ ചേട്ടനാണ് കേട്ടോ. പിന്നെ ഈ ചേട്ടൻ്റെ ഓട്ടോൻ്റെ മുന്നിൽ ആ മുരുകനില്ലേ, ആ മുരുകനെ കാണാൻ വ്യൂവിൻ്റെ പോലെ ഉണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പം ആൾക്കൊരു മോളുണ്ട് ഇത്ര, ആ മോള് അതുപോലെ ഇരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ആൾ ആ സ്റ്റിക്കർ ഒട്ടിച്ചത്. അങ്ങനെയൊക്കെ കുറേ കഥകളൊക്കെ പറഞ്ഞു. ഫുള്ള് നെയ്യാണ് കേട്ടോ ഈ ഒരു ഹൽവയിൽ. അതുപോലെ തന്നെ ഇലയിലാണ് പൊതിഞ്ഞ് തന്നേക്കുന്നത്. രാത്രി 8:30 എന്തോ ആണ് കേട്ടോ ബസ്. അപ്പം അതിന് മുന്നേ നമുക്ക് കുറച്ച് പരിപാടികളും കൂടി അവസാനിപ്പിക്കാനുണ്ട്. നെയ് മിഠായി കഴിക്കണം, സിക്കന്ദർ സ്റ്റോർസ് പോകണം, റോസ് മിൽക്ക് ജിഗർദണ്ഡ ഗോലി സോഡ കുടിക്കണം, അങ്ങനെ കുറേ പരിപാടിയുണ്ട്. പിന്നെ റോഡ് സൈഡിലെ തട്ടുകട ദോശ കഴിക്കണം. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ പറഞ്ഞപ്പോൾ നമ്മുടെ അണ്ണൻ നമ്മളെ ഒരു ജംഗ്ഷനിൽ കൊണ്ട് ഇറക്കി വിട്ടു. അപ്പം പിന്നെ അവിടെ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. അത് ബലൂണാ. അവളൊരു ടൈഗറും. നെയ് മിഠായി. ഇതാണ് നെയ് മിഠായി. വേണം അവൾക്ക്, നോക്കട്ടെ അവൾക്ക് ഇഷ്ടം, നോക്കട്ടെ കഴിക്കാം. ഐസ്ക്രീം റോസ് മിൽക്ക്. ഓവർ മധുരമൊന്നും ഇല്ലാത്ത എന്നാൽ മധുരമുള്ള നല്ല ടേസ്റ്റുള്ള റോസ് മിൽക്ക് ആയിരുന്നേ. അത് അവൾ സ്വയം കുടിക്കണം എന്ന് പറഞ്ഞ് താഴെ തട്ടിയിട്ട് പൊട്ടിച്ചപ്പോൾ അവൾക്ക് ഫ്രീ ആയിട്ട് ഒരു ഐസ്ക്രീം ഒക്കെ കൊടുത്തായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് തരോ? അമ്മയ്ക്ക് തരോ? അടിപൊളി പോലത്തെ ഡ്രസ്സുകളുണ്ട്. റോസ് മിൽക്കൊക്കെ കുടിച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ച് കൂളായി. അടുത്ത നമ്മൾ പോയത് സിക്കന്ദർ സ്റ്റോഴ്സിൽ കുറച്ച് പാത്രങ്ങളൊക്കെ നോക്കാനാണ്. കുറേ കാലമായിട്ട് അമ്മ യൂട്യൂബിൽ എപ്പോഴും ഓൺലൈനിൽ ഓർഡർ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരുന്ന ആ ഒരു സ്റ്റോറാണ് കേട്ടോ അത്. അങ്ങനെ നമ്മുടെ മധുരൈ ട്രിപ്പിന്റെ ലാസ്റ്റ് ദിവസം കഴിഞ്ഞു. കുറേ നല്ല നല്ല ഓർമ്മകളായിട്ട് തിരിച്ചു മടങ്ങാൻ സമയമായി. ബസ്സിൽ കയറുന്ന ആ മൊമെന്റ് വരെ കിട്ടണതൊക്കെ വാങ്ങിച്ചു കഴിച്ചോണ്ടേയിരുന്നു കേട്ടോ ഞങ്ങള്. അത് വേറെ കാര്യം. പിന്നെ ഇവിടെ വന്നിട്ട് എനിക്ക് രസമായിട്ട് തോന്നിയ ഒരു കാര്യം എന്താ വെച്ചാല്, സന്ധ്യ ആകുമ്പോൾ കടയായിക്കോട്ടെ വീടായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ മഞ്ഞൾ വെള്ളം കൊണ്ട് നനയ്ക്കുന്ന ഒരു സെറ്റപ്പ് ഞാൻ കണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ റൂമിൽ കയറി എല്ലാം വൈൻഡപ്പ് ചെയ്ത് ഫ്രഷായി ഇറങ്ങി. പോകുന്നതിനേക്കാളും മുന്നേ നമ്മുടെ അണ്ണൻ നമുക്ക് കുറച്ച് ദോശയൊക്കെ വാങ്ങിച്ചു തന്നിട്ടാണ് കേട്ടോ വിട്ടത്. ബായ് ബായ് പറയോ? നമുക്ക് വേണ്ടി ദോശ ചട്നി സാമ്പാർ വാങ്ങിച്ചിരുന്നു ചേട്ടൻ. മധുരയില് പെരിയാർ എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിലായിരുന്നു നമ്മുടെ ബസ്. വാവുള്ളത് കൊണ്ട് നമ്മൾ 1 മണിക്കൂർ നേരം കൈ പിടിച്ചിട്ട് കുറച്ച് നേരത്തെയാണ് നമ്മൾ എത്തിയത് ആക്ച്വലി. അപ്പണ്ടാ നമ്മുടെ അണ്ണൻ നമ്മളെ വിട്ടിട്ട് പോയില്ല. നമ്മളെ കുറേ നിർബന്ധിച്ചു വീട്ടിലേക്ക് വരണം, മോളെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട്. മറ്റേ ഓട്ടോന്റെ മുന്നിൽ ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നില്ലേ, അതുപോലൊരു മോളുണ്ട് എന്ന് പറഞ്ഞില്ല, ആ മോളെ കാണാൻ കുറേ വിളിച്ചു. അപ്പൊ പിന്നെ നമ്മൾ അണ്ണന്റെ ഫാമിലിനെയൊക്കെ കണ്ട് മക്കളെയൊക്കെ കണ്ട് അരമണിക്കൂറോളം അവിടെ ഇരുന്ന് സംസാരിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത് കേട്ടോ. എപ്പോൾ മധുര ചെന്നാലും നമുക്ക്
ആളെന്നെ ഫുൾ മധുര കറക്കി കാണിച്ചാൽ അത് വാക്കും തന്നിട്ടുണ്ട്. മധുരയിൽ കറങ്ങാൻ പോകുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഞാനും ചേട്ടൻ അയ്യോ പേരെന്താ ഏത് നമ്മുടെ കേരളം കാണുന്നൊരു ഭംഗിയല്ലേ. കേരളത്തിന്റെ റോഡിന്റെ ആ ഒരു ഭംഗി വൃത്തിയൊക്കെ കാണുന്നുണ്ടെങ്കിൽ വേറൊരു സ്റ്റേറ്റിലൊക്കെ പോയി വരണം എന്ന് പറയുന്നത് കറക്റ്റ് അല്ലേ? എന്റെ ശരിക്കുള്ള ചെരുപ്പ് എന്റെ ജോഡികൾ കാണട്ടെ ഞാൻ. അല്ലെങ്കിലും കുറച്ച് നല്ല നല്ല മെമ്മറീസ് ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ കുറച്ചൊക്കെ സാക്രിഫൈസ് ചെയ്യണം. അതായത് കുറച്ച് ടാനൊക്കെ വന്നു എന്നൊക്കെ ഇരിക്കും. എന്തായാലും 1.5 മാസം എടുക്കും ഇതൊക്കെ ഒന്ന് തേച്ചരച്ച് പഴയ പോലെ ആക്കിയെടുക്കാൻ. അതുപോലെ ടാൻ അടിച്ചിട്ടുണ്ട്.